Hello students, here we are going to prove a relation connecting infimum and supremum of a particular set and its subset. The result is like this: let S be a bounded set in R and let S not be a non-empty subset of S. Show that infimum of S less than or equal to infimum of S not less than or equal to supremum of S not less than or equal to supremum of S. ഒരു ബൗണ്ടഡ് സെറ്റാണ് എസ് എങ്കിൽ അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ട് ഉണ്ടാവുള്ളൂ, സുപ്രീമോ ഇൻഫിമോ ഉണ്ടാവുള്ളൂ. എസ് നോട്ട് ഈസ് എ സബ്സെറ്റ് ഓഫ് എസ്, അപ്പോൾ അതും ബൗണ്ടഡ് ആയിരിക്കുമല്ലോ, അതിനും ഇൻഫിമോ സുപ്രീമോ ഉണ്ട് എന്നുറപ്പായി. എസ് നോട്ട് നോൺ എംപ്റ്റി ആണ്. എസ് നോട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഫിമോ സുപ്രീമോ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഷോ ദാറ്റ് infimum of S less than or equal to infimum of S not less than or equal to supremum of S not less than or equal to supremum of S. ഇതാണ് ഓർഡർ എന്ന് പ്രൂവ് ചെയ്യുക. നമുക്ക് ആൻസറിലേക്ക് പോകാം. First we are going to prove that infimum is less than supremum for any set. അതാണ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഈ ഇനീക്വാളിറ്റിയുടെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും infimum of S less than or equal to supremum of S എന്നാണ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇൻഫിമം എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫിമം ഓഫ് എസ് അതെന്താ? ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഓഫ് എസ് ആണ്. ഈസ് എ ലോവർ ബൗണ്ട്, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആണ്, അതൊരു ലോവർ ബൗണ്ടാണ്. ഈസ് എ ലോവർ ബൗണ്ട്, ഇതൊരു ലോവർ ബൗണ്ടാണ്. അതൊരു ലോവർ ബൗണ്ട് ആണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് ലോവർ ബൗണ്ട് ആണെങ്കിൽ അതിനർത്ഥം എന്നാ? ലോവർ ബൗണ്ട് ആണെങ്കിൽ സെറ്റിലെ എസിന്റെ ലോവർ ബൗണ്ടാണ്, എസിലുള്ളതിനേക്കാളും ഒക്കെ ചെറുതാണ്. യു ആയിരുന്നെങ്കിൽ നമ്മൾ എന്താ എഴുതുന്നത്? യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എസ്. അതിന് പകരം ഇപ്പോൾ ഉള്ള നൊട്ടേഷൻ ഇതാണ്. ഇൻഫിമം ഓഫ് എസ് ഈസ് എ ലോവർ ബൗണ്ട്. ഇൻഫിമം ഓഫ് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എസ്. എസ് എലമെന്റ് ഓഫ് എസ് എഴുതാം. അപ്പോൾ ക്യാപിറ്റൽ എസ് സ്മോൾ ലെറ്റർ എസ് ഒക്കെ തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. It's only a notation, so I write the elements of S as small x, S capital S for the set. Small s ഉപയോഗിച്ച് എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യാം, അതിലേക്ക് പോകുന്നില്ല. ഇത് യു ആണെങ്കിൽ യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എസ് എന്നായിരുന്നു നമ്മൾ എഴുതുന്നത്. യു ഇസ് എ ലോവർ ബൗണ്ട്, പിന്നെ യു ഇസ് എ ലോവർ ബൗണ്ട്. ഇൻഫിമം ഓഫ് എസ് ഈസ് എ ലോവർ ബൗണ്ട്, അപ്പോൾ അതൊരു നമ്പറാണ്, ആ നമ്പറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആൻഡ് സുപ്രീമം ഓഫ് എസ്, എസിന്റെ സുപ്രീമം എന്ന് പറയുന്നത് എസിന്റെ ലീസ്റ്റ് അപ്പർ ബൗണ്ടാണ്. ഈസ് ആൻ അപ്പർ ബൗണ്ട്. അപ്പർ ബൗണ്ട് ഓഫ് എസ് എന്നും കൂടെ ചേർത്താലാണ് കംപ്ലീറ്റ് ആവുക. സുപ്രീം ഓഫ് എസ് എന്ന് എഴുതിയിട്ടുണ്ട്, ഇൻഫിമം ഓഫ് എസ് എന്ന് എഴുതിയിട്ടുണ്ട്, അപ്പോൾ അത് പ്രശ്നമല്ല. ഇംപ്ലൈ സുപ്രീം എന്ന് പറഞ്ഞ സെറ്റിലുള്ളതിനേക്കാളും എല്ലാം, സുപ്രീം അല്ല അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞ സെറ്റിലുള്ളതിനേക്കാളും എല്ലാം വലുതാണ്. എക്സ് സെറ്റിലെ പോയിന്റ് ആണെങ്കിൽ കമ്പയർ ചെയ്താൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പർ ബൗണ്ട് യു ആണ്, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു എന്ന് എഴുതും. ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഈസ് ഡിനോട്ടഡ് ബൈ സുപ്രീമോ ഓഫ് എസ്. ഇതും ഒരു യു ആണ്, അപ്പോൾ ആ യുവിന്റെ സ്ഥാനത്ത് ഞാൻ സുപ്രീമോ ഓഫ് എസ് എന്ന് പറയുന്ന നമ്പറിനെ വെക്കുന്നു. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമോ ഓഫ് എസ് സിൻസ് ഇറ്റ് ഈസ് ആൻ അപ്പർ ബൗണ്ട് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എസ്. ദാറ്റ് ഈസ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എസ്. എസിലെ എല്ലാ പോയിന്റ്സിനും നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. Infimum of S less than or equal to x less than or equal to supremum of S എന്ന് എഴുതാം. സുപ്രീമം ഓഫ് എസ് എന്ന് എഴുതാം. എസിലെ എല്ലാ പോയിന്റ്സിനും എഴുതാം. അതുകൊണ്ട് എന്താ നമുക്ക് പറയാം? ഇൻഫിമം ഓഫ് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ഓഫ് എസ് എന്ന് നമുക്ക് പറയാറായി. പക്ഷെ ഇത് അങ്ങേറ്റവും ഇങ്ങേറ്റവും ആവും. എസിന് ഇത് ശരിയാണെങ്കിൽ എസ് നോട്ട് ഈക്വൽ ടു 5. എസ് നോട്ട് ഒരു നോൺ എംപ്റ്റി സെറ്റ് ആണ് ആൻഡ് ബൗണ്ടഡ്. ആൻഡ് എസ് നോട്ട് ഈസ് ബൗണ്ടഡ്. എങ്ങനെ എസ് നോട്ട് ബൗണ്ടഡ് ആയേ? എസ് ബൗണ്ടഡ് ആവുന്നത് തന്നിട്ടുണ്ട്, എസ് നോട്ട് ഈസ് എ സബ്സെറ്റ് ഓഫ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എസിലുള്ള കുറച്ച് പോയിന്റ്സും കൂടെ പോയിട്ടുള്ളത് കുറവാണ് എസ് നോട്ടിൽ. അപ്പോൾ എസിന്റെ ബൗണ്ട്സ് ഒക്കെ എസ് നോട്ടിനും ബൗണ്ട് ആയിരിക്കും. ചിലപ്പോൾ വേറെയും എക്സ്ട്രാ ബൗണ്ട്സ് വരാമെന്നുള്ളൂ, എന്തായാലും ബൗണ്ടഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ബൗണ്ടഡ് ആയതുകൊണ്ട് ഇൻഫിമം സുപ്രീമോ ഉണ്ട്, ലോവർ ബൗണ്ടും ഉണ്ട് അപ്പർ ബൗണ്ടും ഉണ്ട്. അപ്പോൾ ഇൻഫിമോ സുപ്രീമോ കണ്ടുപിടിക്കാമെന്നാണ് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി വഴി നമുക്ക് മനസ്സിലാകുന്നത്. ബൗണ്ട് ഉണ്ടെങ്കിൽ ഇൻഫിമം ഓഫ് എസ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ഓഫ് എസ് നോട്ട്. ബൗണ്ടുള്ള ഏത് സെറ്റിനും നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇങ്ങനെയായി. പക്ഷെ ഇത്രയും ഭാഗം
സെപ്പറേറ്റ് ടൈപ്പ് കിട്ടിയേക്കുന്നത്. ഇൻഫീമം ഓഫ് എസ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ഓഫ് എസ്. മറ്റേത് ഇതിനോട് ചേർന്നുമല്ല. ഇൻഫീമം ഓഫ് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ഓഫ് എസ് എന്നേ ഉള്ളൂ. ഇതിനിടയ്ക്ക് ഇൻഫീമം എസ് നോട്ട് സുപ്രീമം ഓഫ് എസ് നോട്ട് എന്നുള്ളതിന്റെ പ്രൂഫ് ആയില്ല. അപ്പോൾ അത് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ എസ് നോട്ട് എസിന്റെ സബ്സെറ്റ് ആണ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. എസ് നോട്ട് ഈസ് എ സബ്സെറ്റ് ഓഫ് എസ്. Suppose that we have the real line and points. For example, we can consider the collection 1 by n. 1 by 1, 0, 1. 1 by 1 ഇച്ചിരി വലുതാകട്ടെ. 1. 1 by 1 എന്ന് പറയുന്നത് 1. പിന്നെ 1 by 2 എവിടെയാണ്? പിന്നെ 1 by 3. 1 by 3 എന്ന് പറഞ്ഞാൽ ഇത്രയും ഇല്ലല്ലേ? 1 by 3 എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്രയും. ഇത് 1 by 2. ഇത് 1 by 3. 1 by 4 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയും പകുതി. ഇങ്ങനെയാണ് നമ്മളുടെ സെറ്റ് 1 by n എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ സെറ്റിന്റെ ഇൻഫീമം എവിടെ വരും? ഇൻഫീമം 0 ആണ്. ഇൻഫീമം 0 ആണ്. ഇൻഫീമം നോട്ട് എ മെമ്പർ ഓഫ് എസ്. ഇത് എസ് ആണെങ്കിൽ ഇൻഫീമം നോട്ട് ആൻ എലമെന്റ് ഓഫ് എസ്. ഇനി ഇതിന്റെ ഒരു സബ്സെറ്റ് എടുക്കുക. സബ്സെറ്റ് എടുക്കുന്നത് 1 by 100 തുടങ്ങിയാണ്. ഇവിടെ എവിടെയോ ഉണ്ട്, എവിടെയാന്ന് അറിയത്തില്ല. 1 by 100 1 by 100 തുടങ്ങിയുള്ള എലമെന്റ്സ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. സബ്സെറ്റ് എസ് നോട്ട് ഈസ് എ സബ്സെറ്റ് ഓഫ് എസ്. അപ്പൊ എന്നാ, ഈ അറ്റത്തെ കുറച്ച് പോയിന്റ്സ് മിസ് ചെയ്തു. ഇൻഫീമം ഓഫ് വലിയ സെറ്റ് എസ്, ഇവിടെ തുടങ്ങിയെടുത്തത് എസ് നോട്ട്. ഇൻഫീമം ഓഫ് എസ് നോട്ട്, ഇവിടെ തുടങ്ങിയെടുത്തതിനെ ഞാൻ എസ് നോട്ട് എന്ന് വിളിക്കുക, വലുതിനെ എസ് എന്നും വിളിക്കുക. അപ്പോൾ ഇൻഫീമം ഓഫ് അവിടെ തുടങ്ങിയെടുത്തതാണെന്ന് അറിയാൻ ആരോ മാർക്ക് ഇട്ടേക്കാം. ഇൻഫീമം ഓഫ് എസ് എന്ന് പറയുന്നത് ഏതാ? നമുക്കറിയാം 0 ആണെന്ന്. അത് എസിലെ മെമ്പർ ഒന്നുമല്ല. ഇൻഫീമം ഓഫ് എസ് എന്ന് പറയുന്നത് ഇൻഫീമം ഓഫ് എസ് നോട്ടിനേക്കാളും ചെറുതാണ്. ഇൻഫീമം ഓഫ് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ. ദാറ്റ്സ് ഓൺലി ആൻ എക്സാമ്പിൾ. നമ്മൾ എങ്ങനെ അത് പ്രൂവ് ചെയ്യും? ഇവിടുത്തെ ഏറ്റവും ചെറിയ പോയിന്റ്, എസിലുണ്ടായിരുന്ന ഏറ്റവും ചെറിയ പോയിന്റ് 0 എസിൽ ഇല്ല. ഏറ്റവും ചെറിയ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ പോസിറ്റീവ് നമ്പർ. അത് നമുക്ക് ഏതാന്ന് പറയാൻ പറ്റില്ല. 0യ്ക്ക് തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ അത് 1 by 10 lakh ആണ് എന്ന് നമുക്ക് എഴുതത്തില്ല. 1 by 10 lakhiനേക്കാളും ചെറിയതുണ്ട്. പക്ഷെ 0 ഈ സെറ്റിലില്ല. ഇവിടുത്തെ ഏറ്റവും ചെറിയ നമ്പർ 0 അല്ലാതെ ഉള്ള 0യ്ക്ക് തൊട്ട് റൈറ്റിൽ കാണുന്ന ഏറ്റവും ചെറിയ നമ്പർ എസ് നോട്ടിലും ഉണ്ടാവുകയാണെങ്കിൽ ഇൻഫീമം തമ്മിലൊരു വ്യത്യാസവും ഇല്ല. കാര്യം മനസ്സിലായോ? 0 is not an element of the set. ചില സെറ്റുകളിൽ ഇൻഫീമം സെറ്റിലെ മെമ്പർ ആവാം. അപ്പോൾ ആ നമ്പർ സബ്സെറ്റിലും ഉണ്ടെങ്കിൽ, അപ്പോൾ ഇൻഫീമം മെമ്പർ ആണെങ്കിൽ, ഇൻഫീമം മെമ്പർ അല്ലെങ്കിൽ അത് ഇൻഫീമം ആകാൻ കാരണം ഈ സെറ്റിലെ ഏറ്റവും ചെറിയ എലമെന്റ് ആണ്. ഈ സെറ്റിലെ ഏറ്റവും ചെറുത് ഇപ്പോൾ പറയത്തില്ല, 1 by n ഏറ്റവും ചെറുതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിലെ ഏറ്റവും ലെഫ്റ്റ് ആയിട്ടുള്ള എലമെന്റ് എസ് നോട്ടിലും ഉണ്ടെങ്കിൽ, എസിലെ ഏറ്റവും ലെഫ്റ്റ് ആയിട്ടുള്ള എലമെന്റ് അത് ഇൻഫീമം എസ് ആകണമെന്ന് നിർബന്ധമില്ല. അത് എസ് നോട്ടിലും ഉണ്ടെങ്കിൽ ഇൻഫീമം ഓഫ് എസ് ഈക്വൽ ടു ഇൻഫീമം ഓഫ് എസ് നോട്ട്. എസിലെ ഏറ്റവും ലെഫ്റ്റ് ആയിട്ടുള്ള എലമെന്റ് എസ് നോട്ടിൽ ഇല്ല എങ്കിൽ എസ് നോട്ട് ഈസ് എ സബ്സെറ്റ്. പിന്നെ അതിന് റൈറ്റിലുള്ള പോയിന്റ്സേ ഉള്ളൂ. അപ്പോൾ ഇൻഫീമം ഓഫ് എസ് നോട്ട് എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞ അത്രയും ചെറിയ നമ്പർ വേണ്ട, അതിൽ ഇച്ചിരൂടെ വലിയ നമ്പറിനെ എടുക്കാം. ഇൻഫീമം ഓഫ് എസ് നോട്ട് വലുതായിരിക്കും, ഇൻഫീമം ഓഫ് എസ് ചെറുതായിരിക്കും. അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻ പോലെയല്ല, തിരിഞ്ഞ ഇൻഫീമം ഓഫ് എസ് ഇൻഫീമം എസ് നോട്ട് ആകാം. ലെഫ്റ്റ് അറ്റ്മോസ്റ്റ് ലെഫ്റ്റ് പോയിന്റ് എസ് നോട്ടിലും ഉണ്ടെങ്കിൽ അത് ഇൻഫീമം സെയിം ആയിട്ട് തരും. ഇനി ഏറ്റവും ലെഫ്റ്റിലെ പോയിന്റ് എസ് നോട്ടിൽ ഇല്ലെങ്കിൽ, എസ് നോട്ട് സബ്സെറ്റാ, കുറച്ച് പോയിന്റ്സ് എസിലെ ഇല്ലാതാവാം. അപ്പോൾ ഇല്ലാതാവുന്ന കൂട്ടത്തിൽ ഇതിലെ ഏറ്റവും ലെഫ്റ്റിലെ പോയിന്റ് ഇൻഫീമം ആണോ നിർബന്ധം ഇല്ലാന്ന് അറിയിക്കാനാണ് ഞാൻ ഏറ്റവും ലെഫ്റ്റിലെ പോയിന്റ് ആ സെറ്റിന്റെ ഇൻഫീമം ആണോ നിർബന്ധം ഇല്ലാന്ന് അറിയിക്കാനാണ് ഞാൻ സെറ്റ് 1 by n എടുത്തിരിക്കുന്നത്. സെറ്റ് 1 by n ഇൻഫീമം 0 ആണ്. 0 എസിലെ പോയിന്റ് അല്ല. പക്ഷെ ഇതിലെ ഏറ്റവും ലെഫ്റ്റിലെ കുറച്ച് പോയിന്റ്സ്, ഏറ്റവും ലെഫ്റ്റിലെ മുഴുവൻ പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഇൻഫീമം ഓഫ് എസും ഇൻഫീമം ഓഫ് എസ് നോട്ടും സെയിം ആയിരിക്കും, സബ്സെറ്റ് ഓഫ് ദിസ് കളക്ഷൻ. ഇനി ഏറ്റവും ലെഫ്റ്റിലെ കുറച്ച് പോയിന്റ്സ് കളഞ്ഞാൽ ഇൻഫീമം 0 ആകേണ്ട കാര്യമില്ല. ഏറ്റവും ലെഫ്റ്റിലെ കുറച്ച് പോയിന്റ്സ് കളഞ്ഞ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇൻഫീമം അതിലും വലുതായിട്ട്, പഴയ 0യിലും വലുതായിട്ടൊരു പോസിറ്റീവ് നമ്പർ കൊടുക്കാൻ പറ്റും. അപ്പോൾ രണ്ട് കാര്യമാണ്. ഇഫ് ദ ഏറ്റവും ലെഫ്റ്റ്, ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് അറ്റ്മോസ്റ്റ് ലെഫ്റ്റ്, ഇഫ് ദ അറ്റ്മോസ്റ്റ് ലെഫ്റ്റ് പോയിന്റ് അത് ഇൻഫീമം ആകണമെന്ന് നിർബന്ധമില്ല, നീഡ് നോട്ട് ബി ഇൻഫീമം ഓഫ് എസ്. അതാണ് ഞാൻ അങ്ങനെ എഴുതാൻ കാര്യം. അല്ലെങ്കിൽ ഇൻഫീമം ഓഫ് എസ് എന്ന് എഴുതാമായിരുന്നു. ലെഫ്റ്റ് അറ്റ്മോസ്റ്റ് ലെഫ്റ്റ് പോയിന്റ് ഓഫ് എസ് ഈസ് എ മെമ്പർ ഓഫ് എസ് നോട്ട്. മെമ്പർ ഓഫ് എസ് നോട്ട് സബ്സെറ്റിലെ മെമ്പർ ആയാൽ അറ്റ്മോസ്റ്റ് ലെഫ്റ്റ് പോയിന്റ്
ഈസ് എ മെമ്പർ ഓഫ് എസ് നോട്ട്. അങ്ങനെയാണെങ്കിൽ ഇൻഫിമത്തിന് മാറ്റമില്ല. ദെൻ ഇൻഫിമം ഓഫ് എസ് ഈക്വൽ ടു ഇൻഫിമം ഓഫ് എസ് നോട്ട്. ഇനി ഏറ്റവും ലെഫ്റ്റിലെ കുറച്ച് പോയിന്റ്സ്, എസ് നോട്ട് ഈസ് എ സബ്സെറ്റ്. ഇഫ് the utmost left point of S is not a member of S naught. S naught subset ആണ്, കുറച്ച് പോയിന്റ്സ് പോകാം. ഇൻഫിമം സെറ്റിലെ ഇൻഫിമം ഓഫ് എസ് എസിലെ മെമ്പർ ആവണം നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഈ രണ്ട് തരത്തിലുള്ള സെറ്റുകളുണ്ട്. ഇൻഫിമം സെറ്റിലെ മെമ്പർ ആകുന്നതും ആകാത്തതും ഒക്കെ ഉണ്ട്. ഇൻഫിമം സെറ്റിലെ മെമ്പർ ആകാത്തതിനെയും കൂടെ നമ്മൾ ജനറൽ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യണ്ടേ. ഈസ് നോട്ട് എ മെമ്പർ ഓഫ് എസ് നോട്ട്. സബ്സെറ്റ് എടുത്തപ്പം ഇതിലെ ഏറ്റവും ലെഫ്റ്റ് പോയിന്റ് എസ് നോട്ടിലില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഇൻഫിമം പറയാൻ പഴയ പോയിന്റ് വേണ്ട. ഇൻഫിമം കുറച്ചുകൂടെ എങ്ങോട്ട് പോകും? ഇൻഫിമം ഓഫ് എസ് നോട്ട് മൂവ്സ് ടു ദ റൈറ്റ്. റൈറ്റിലേക്ക് മാറിയല്ലേ. ഇതിന്റെ ഏറ്റവും ലെഫ്റ്റിലെ പോയിന്റ് ഇപ്പോൾ നമ്മുടെ എസ് നോട്ടിലില്ല. അപ്പോൾ ഇൻഫിമം റൈറ്റിലേക്ക് മാറും. എസ് നോട്ട് മൂവ്സ് ടു റൈറ്റിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റ് ഓഫ് ഏതിന്റെയാ? ഇൻഫിമം ഓഫ് എസ്. റൈറ്റ് ഓഫ് ഇൻഫിമം ഓഫ് എസ്. therefore ഇൻഫിമം ഓഫ് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം ഓഫ് എസ് നോട്ട് റൈറ്റിലേക്ക് മാറി. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം ഓഫ് എസ് നോട്ട്. ഇനി ഒരു സിമിലർ ആർഗ്യുമെന്റിൽ നിങ്ങൾക്ക് സുപ്രീമത്തിന്റെ കാര്യവും പ്രൂവ് ചെയ്യാം. സുപ്രീമം ഓഫ് എസ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം ഓഫ് എസ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ഓഫ് എസ് നോട്ട് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇൻഫിമം ആസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം ഓഫ് എസ് നോട്ട് എന്നുള്ളതായി. ആദ്യത്തെ ഇനിക്വാളിറ്റി ആയി. രണ്ടാമത്തെ ഇനിക്വാളിറ്റി ഇക്വേഷൻ 1 പ്രൂവ് ചെയ്തിട്ടുണ്ട്. ദെൻ മൂന്നാമത്തെ ഇനിക്വാളിറ്റി സുപ്രീമം ഓഫ് എസ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ഓഫ് എസ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അങ്ങനെ മൂന്നാമത് പ്രൂവ് ചെയ്യണം. അതിന് എളുപ്പമായിരിക്കും. അതിനെന്താ? ഇതുപോലെ തന്നെ ഇഫ് ദ അറ്റ്മോസ്റ്റ് റൈറ്റ് നിങ്ങൾ റീറൈറ്റ് ചെയ്യുക. സിമിലർലി വി ക്യാൻ പ്രൂവ് ദാറ്റ് സുപ്രീമം ഓഫ് എസ് നോട്ട് എന്ന് എഴുതിയാലും മതി. പറഞ്ഞ് എഴുതിയാലും ആർഗ്യുമെന്റ് സെയിം ആണ്. സിമിലർലി സുപ്രീമം ആയതുകൊണ്ട് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട പോയിന്റ്സ് ഉപേക്ഷിക്കുന്ന അനുസരിച്ച് അത് ലെഫ്റ്റിലേക്ക് മാറുമായിരുന്നു. സുപ്രീമം ഓഫ് എസിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറും. സുപ്രീമം ഓഫ് എസ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ഓഫ് if the utmost right point, ഇതിന് പകരം റൈറ്റ് എന്ന് കൊടുത്ത utmost right point need not be supremum of s, ഇവിടെ മാറ്റി എഴുതേണ്ടത് സുപ്രീമം ഓഫ് എസ് ആകണം നിർബന്ധമില്ല. ഏറ്റവും റൈറ്റിലുള്ള സുപ്രീം ആണ്. ഈ കേസിൽ അതെ 1/n കേസിൽ 1 ആണ് അറ്റ്മോസ്റ്റ് റൈറ്റ് പോയിന്റ്. സുപ്രീമം ഈക്വൽ ടു 1. എല്ലായിടത്തും അങ്ങനെയാണ്, നിർബന്ധമില്ല. 1 - 1/n എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് തിരിഞ്ഞു പോകും. അപ്പോൾ അവിടെ റൈറ്റിലെ പോയിന്റ് സെറ്റിലെ ഏറ്റവും റൈറ്റിലെ പോയിന്റ് അല്ല സെറ്റിന്റെ സുപ്രീമം. ഈസ് എ മെമ്പർ ഓഫ് എസ് നോട്ട്. സബ്സെറ്റിൽ അറ്റ്മോസ്റ്റ് റൈറ്റ് പോയിന്റും കൂടെ ഉണ്ടാവുകയാണെങ്കിൽ സുപ്രീമം ഓഫ് എസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് എസ് നോട്ട്. ഇഫ് ദ അറ്റ്മോസ്റ്റ് റൈറ്റ് സുപ്രീമത്തിന് വേണ്ടി എഴുതുമ്പോൾ സിമിലർലി എഴുതിയാലും മതി. റൈറ്റ് പോയിന്റ് ഓഫ് എസ് ഈസ് നോട്ട് എ മെമ്പർ ഓഫ് എസ് നോട്ട്. എസ് നോട്ട് സബ്സെറ്റാ. അപ്പോൾ സെറ്റിന്റെ റൈറ്റിൽ നിന്ന് കുറച്ച് പോയിന്റ്സ് മിസ്സാവാം. അങ്ങനെയാ വരുന്നെങ്കിൽ സുപ്രീമം ഓഫ് എസ് ഏറ്റവും റൈറ്റിൽ പഴയതുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് പോയിന്റ് പോയി എന്ന് പറഞ്ഞാൽ സുപ്രീമം ഓഫ് എസ് നോട്ട് എങ്ങനെയാ? സുപ്രീമം ഓഫ് എസ് നിന്ന് പുറകോട്ട് വന്നു. മൂവ്സ് ടു ലെഫ്റ്റ് ഓഫ് സുപ്രീമം ഓഫ് എസ്. സുപ്രീമം ഓഫ് എസിന്റെ ലെഫ്റ്റിലേക്ക് സുപ്രീമം ഓഫ് എസ് നോട്ട് പോകും. ദാറ്റ് ഈസ് സുപ്രീമം ഓഫ് എസ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ഓഫ് എസ്. ഇൻഫിമം ഓഫ് എസ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ഓഫ് എസ് നോട്ട്. ഇക്വേഷൻ നമ്പർ 1. infimum of s less than or equal to infimum of s naught. Equation number 2. ഇനി ആർഗ്യുമെന്റ്സ് വേറെ എഴുതണമെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ സിമിലർലി എന്ന് പറഞ്ഞാലും മതി. സുപ്രീമം ഓഫ് എസ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ഓഫ് എസ്. മൂവ്മെന്റ് മാറിയാന്നുള്ളൂ. മറ്റേത് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും, റൈറ്റിലേക്ക് മൂവ് ചെയ്യും. ഇത് അപ്പർ ബൗണ്ട് ആയതുകൊണ്ട് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും സബ്സെറ്റ് വരുമ്പോൾ. സോ ഫ്രം 1, 2 and 3 we get infimum of s. 1, 2, 3 പരിഗണിച്ചാൽ നമ്മുടെ ആൻസർ ആയി. 1, 2 and 3 gives infimum of s less than or equal to infimum of s naught. ഇപ്പോൾ എഴുതുന്നത് ഇക്വേഷൻ നമ്പർ 2 ആണ്. ഇനി 1 ആയിട്ട് കണക്ട് ചെയ്യണം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ഓഫ് എസ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇനി 3 ആയിട്ട് കണക്ട് ചെയ്യണം. സുപ്രീമം ഓഫ്
എസ്. ഇതാണ് നമ്മുടെ റിസൾട്ട്.